എം.വി. ശ്രേയംസ്കുമാറിന്റെ RJD വിസ്മയമാണെന്ന് UDF തൽക്കാലം പറയില്ല. കാരണം അവർ മനമെടുത്ത് ഇടതുമുന്നണി വിടുകയാണ്, എങ്ങോട്ടേക്കാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. തൽക്കാലം അതുകൊണ്ട് അത് വിസ്മയമല്ല, എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ഇതാദ്യമായല്ല RJD ഇടതുമുന്നണിയോട് കലഹിക്കുന്നത്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ച സീറ്റുകളിൽ തോൽപ്പിക്കാൻ CPM ശ്രമിച്ചെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് മുന്നണി വിടാൻ RJD ഒരുങ്ങുന്നത്. ഈ ഒരു ആവശ്യം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വളരെ ശക്തമായിട്ടാണ് സംസ്ഥാന ഘടകത്തെ അറിയിച്ചത്. നേതൃത്വം തങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ RJD സ്വതന്ത്രമായി ഇടതു മുന്നണിയിൽ നിന്നും വിട്ട് മുന്നോട്ട് പോകുമെന്നും സംസ്ഥാന കമ്മിറ്റി അവർ അറിയിച്ചു. നിയമസഭാ പ്രചാരണത്തിനായി LDF നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയുമായി സഹകരിക്കില്ല എന്നും RJD നേതാക്കൾ നിലപാടെടുത്തു. RJDയുടെ തോൽവിയിൽ 5 പേർക്കെതിരെ പരാതി നൽകിയിട്ടും CPM ഘടകം പരാതി അവഗണിച്ചു. ഇതാണ് RJD കോഴിക്കോട് ജില്ലാ ഘടകത്തെ മുന്നണി വിടാൻ പ്രേരിപ്പിച്ചത്. കോഴിക്കോട് RJD മത്സരിച്ചിരുന്ന 5 ഡിവിഷനുകളിൽ 4ഇടത്തും തങ്ങളെ തോൽപ്പിക്കാനായി CPM വോട്ട് മറിച്ചുവെന്നാണ് RJDയുടെ പ്രധാന ആരോപണം. വോട്ട് മറിക്കാനായി CPM നേതാക്കൾ വീടുകൾ കയറി വരെ പ്രചരണം നടത്തിയെന്നും ഇവർ ആരോപിക്കുന്നു. CPM ഏരിയ കമ്മിറ്റി അംഗം മനീഷ്, ലോക്കൽ കമ്മിറ്റി അംഗം ഷീബ, CT പ്രേമൻ, ദീപ്തി തുടങ്ങിയ CPM നേതാക്കൾക്കെതിരെ ഈ വിഷയത്തിൽ RJD സംസ്ഥാന ഘടകത്തിന് പരാതി നൽകിയിരുന്നു. കോഴിക്കോട് ജില്ലാ ഘടകത്തിനും പരാതി നൽകി. എന്നാൽ ഇവർക്കെതിരെ CPM ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല. ഇതോടെയാണ് RJD LDF മുന്നണി വിടാൻ തീരുമാനിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് തൊട്ടു പിന്നാലെയാണ് മുന്നണിക്കകത്തെ പിടക്കങ്ങളുടെ തുടക്കം. CPM ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പരാതി നൽകിയിട്ടും അവഗണിച്ചതാണ് പെട്ടെന്നുള്ള ഈ തീരുമാനത്തിന് കാരണമെന്ന് സൂചനയുണ്ട്. RJD സംസ്ഥാന ഘടകം എടുക്കുന്ന തീരുമാനം ഇനി നിർണായകമാണ്. അവർ LDF എന്തായാലും വിടാൻ തീരുമാനിച്ചു. ഇനി മുന്നണിയിൽ ഉണ്ടാകില്ലെന്നാണ് വ്യക്തമായ നിലപാട് കോഴിക്കോട് ഘടകത്തിൻ്റെത്. ആ ഘടകത്തിന്റെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അത് അംഗീകരിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വരുമെന്നാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ ഘടകത്തിന്റെ പ്രതീക്ഷ. എങ്ങോട്ടാകും പോക്ക്? UDFിലേക്കാകും? അത് പിന്നീടുള്ള ചോദ്യവും പിന്നീടായിരിക്കും അതിനുള്ള ഉത്തരവും.